ഈ ചർച്ച നടക്കുന്ന സമയത്ത് ദുബായിൽ നിന്ന് ഒരു പ്രേക്ഷകൻ വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം ശബരിമലയിൽ ഇത്തവണ വന്നയാളാണ്. അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് അദ്ദേഹം ഈ വാട്സപ്പ് മെസ്സേജിൽ എനിക്ക് അയച്ചത്. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് അനിൽകുമാർ എന്നാണ്. പോകാൻ വേണ്ടി 18-ാം തീയതിക്ക് വെർച്വൽ ക്യൂ കൊടുത്ത് ഇവിടുന്ന് ടിക്കറ്റ് കാശും കൊടുത്ത് വന്ന് 18-ാം തീയതി എരുമേലിയിൽ രാത്രി 12 മണിക്ക് എത്തിയപ്പോ പോലീസ് പറഞ്ഞു കടത്തി വിടില്ല. ഒരു മര്യാദ. എരുമേലിയില് ആ ചെളിവെള്ളത്തില് ഞങ്ങള് 6 ആള്, ഞാൻ, എന്റെ കുഞ്ഞുമോൻ, എന്റെ അമ്മ 70 വയസ്സായത്. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ശാപമുണ്ടല്ലോ, ആ പാപം എങ്ങനെ തീർക്കും? ഒരു 2 എന്റെ അമ്മമാര്, ഇവരെല്ലാരും കൂടി എരുമേലിയില്. അവിടുത്തെ സൗകര്യം അറിയാലോ, പാർക്കിങ്ങില് ഈ സ്ത്രീകൾ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. പന്തളത്ത് പോയി മാലൂരി എന്റെ വളരെ വിഷമത്തിലാണ്. ഇത്രയും പൈസ ചെലവാക്കി വന്നിട്ട് എന്നിട്ട് ആളവിടെ ഇരുന്ന് പറയുന്നത് അങ്ങനെ ഒരാൾക്ക് സംഭവം ഉണ്ടായിട്ടില്ലായിരുന്നു. ഇവരെന്താണ് ഇങ്ങനെ കണ്ണടച്ച്, എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. 50 രൂപ ഉണ്ടായിരുന്ന പാർക്കിംഗ് 150 രൂപയാണ് എരുമേലിയിൽ മേടിക്കുന്നത്. ഇപ്പൊ ചോദിച്ചപ്പോ പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കണം, ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങളൊരു ഇന്നോവ കാറിൽ 6 പേര് പോയി. എന്റെ അനുഭവം ഇവര് പറയുന്നത് നോണയാണ്. നിനക്കതൊക്കെ എങ്ങനെ? ഇതേമാതിരി ആയിരക്കണക്കിന് ആൾക്കാർ പന്തളത്ത് ഞാൻ അന്ന് കണ്ടു. അവരവിടെ ആഴി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുണ്ടായിരുന്നു. എന്റെ കന്യായ്യപ്പനായിരുന്നു എന്റെ മോൻ. ഇത്രയും വഴിപാട് ചെയ്ത് മണി കൊണ്ട് കെട്ടാൻ പോയിട്ട് എനിക്ക് പറ്റിയില്ല സാറേ. ഇവര് ചെയ്യുന്നത് വൃത്തികേടാണ് ശബരിമല. നമ്മൾ മലയാളികളല്ലേ. ഡിസംബർ മാസം 17-ാം തീയതി 18-ാം തീയതി എവിടെ മഴയുള്ളത് കേരളത്തിൽ? അപ്പൊ ഇത്തവണ മഴ വന്നു. ഡിസംബർ മാസം 17-ാം തീയതി 18-ാം തീയതി മഴ വന്നു. നിങ്ങൾ എവിടേക്കാ പോണത്? ശബരിമലയിലേക്കാ പോണത്. മലയാണ് അവിടെ. സ്വാഭാവികമായി അവിടെ ചെള്ള വന്നതിന് ആരൊക്കെ ഉത്തരവാദിത്തം? എന്താ കാര്യം? ബോധം വേണം, ബോധം. ഡിസംബർ മാസത്തിൽ കേരളത്തിൽ വയനാടാണോ വരൾച്ചയാണോ? ഞാൻ പറയട്ടെ, എന്റെ വാദം ഒന്ന് പറയട്ടെ. ഇവനൊക്കെ എന്നാ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നത്? മറുപടി പറയട്ടെ. ദുബായ്ക്കാരന് ഞാൻ മറുപടി പറയാം. ഒരു കാര്യം, ദുബായ്ക്കാരന് ഞാൻ മറുപടി പറയാം. ദുബായ്ക്കാരന് മറുപടി പറയാം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരു കാര്യം ഞാൻ പറയാം. ഒരു ചാനലില് അനിൽകുമാർ, ഇത് ശരിയല്ല. മര്യാദ ഉണ്ടെങ്കിൽ ഒരു ചാനലിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇറക്കരുത്. ഞാൻ പറയാം. എന്റെ കാര്യം പറയട്ടെ. സമ്മതിക്കില്ല. എനിക്ക് ഈ വ്യക്തി അറിയില്ല. അദ്ദേഹം ഈ ചർച്ച ചെയ്ത് വാട്സപ്പിൽ സന്ദേശമാണിത്. പറയുന്നത് കേൾക്കൂ. ഒരൊറ്റ കാര്യം, എന്തൊരു മനുഷ്യനാണ് അയാള്. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. ബിക്കോസ് യു ആർ ആൻ അഡ്വക്കേറ്റ് ഓഫ് ലൈസ്. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയും. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞോളൂ. ഈ വെള്ളം ആരും കൊണ്ട് ഒഴിച്ചു? എരുമേലിയിൽ വെള്ളം കൊണ്ട് ഒഴിച്ചാരാ? തന്റെ ഈ ഷോ തന്റെ സ്ഥിരം നിലവാരത്തിൽ എത്തിയില്ലെങ്കിലും സാമാന്യം നല്ല ബോറാവുന്നുണ്ട്. എരുമേലി വെള്ളം കുടിച്ചാരാ? നിങ്ങൾ എരുമേലി വെള്ളം കുടിച്ചാരാ? നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. ും കൂടുതൽ തിരക്കുള്ള സമയത്ത് ഞങ്ങൾ ശബരിമല പോയിട്ടുണ്ട്. ഈ പിണറായി വിജയൻ ഭരിക്കുന്നേക്കാളും മുന്നേ ഞങ്ങൾ ശബരിമല പോയിട്ടുണ്ട്. ഇതിനും തിരക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്ര സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ഒരു പ്രശ്നമില്ലാണ്ട് കൺട്രോളിന് പുറത്താണ്. എന്നിട്ട് അദ്ദേഹം പിണറായി വിജയന്റെ തല പര വെക്കുക. അദ്ദേഹം പിണറായി വിജയനെ ആക്രമിക്കുകയാണ്. ഇത് രാഷ്ട്രീയമാണ്. നിങ്ങൾ കപടഭക്തനാണ്. നിങ്ങൾ കപടഭക്തനാണ്. നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു. വെറുതെ കിടന്ന് ഉരുളാദാശനെ. മഴ വന്നു സാർ, ക്ഷമിക്കുക. മഴ വന്നില്ല സാർ, മഴ വന്നില്ല. അന്ന് മഴയില്ല, പക്ഷെ ചെളിയാണ്. ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കരുത്. ഒരു കാര്യം, ഡിസംബറിൽ എന്തൊരു മഴയായിരുന്നു. പാർക്കിംഗ് ചെളിയാവാനുള്ള കാരണം ആളുകൾ മൂത്രമൊഴിച്ചിട്ടാണ് അവിടെ. ഞാൻ പറയാം, ആളുകൾക്ക് സൗകര്യം ഉണ്ടോ ടോയ്ലറ്റിന്?
നിങ്ങൾ പോയി നോക്കൂ. അനിൽകുമാർ കോട്ടയത്ത് ഡിസംബർ എന്റെ യോഗ അമ്മവാ. ഭക്തന്റെ നിലയിൽ അങ്ങയുടെ വേദനയോട് പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എനിക്ക് ഒരു 7 വയസ്സുള്ള മോനാണ്, അവനെ കന്യായപ്പനായിട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അങ്ങയ്ക്ക്, അങ്ങയുടെ അമ്മയ്ക്ക്, കൂടെയുള്ള 2 മുതിർന്ന സ്ത്രീകൾക്ക് അങ്ങയ്ക്ക് നേരിട്ട ആ ബുദ്ധിമുട്ടിന് ഒരു വിശ്വാസി എന്ന നിലയിൽ, അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ വിഷമവും വേദനയുണ്ട്. അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സഹായം വേണമെങ്കിൽ അയ്യപ്പ സേവാ സംഘങ്ങളെയോ ഭക്തജന സംഘടനകളെയോ ഒക്കെ വിളിക്കുകയാണെങ്കിൽ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് അങ്ങേക്ക് നൽകാം. പക്ഷെ ഒരു ഭക്തൻ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചതിൽ വിഷമമുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പ്രവാസിയാണല്ലോ. 10 രൂപ കേരളത്തിന് വരുമാനം ഉണ്ടാക്കി തരുന്ന ആളാണല്ലോ. അപ്പോൾ ആ മനുഷ്യനോട് മര്യാദയോടെ പെരുമാറാനും അദ്ദേഹത്തോട് ഒരു ക്ഷമായാചനം നടത്താനുള്ള ഒരു സാമാന്യ മര്യാദയ്ക്ക് പകരം എത്രയെത്ര ഉരുണ്ടുകളിയാണ് അദ്ദേഹം നടത്തുന്നത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഞാൻ പറഞ്ഞു, അദ്ദേഹം തുടക്കത്തിൽ ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വിവരണത്തിൽ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. അല്ല, മുഖ്യമന്ത്രി ആക്രമിച്ചത് അനിൽകുമാർ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു, കള്ളം പറഞ്ഞ് പ്രകോപിപ്പിച്ചു. അത് കറക്റ്റാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.